മീഡിയ ഡെയിലി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എം എൻ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം പാകിസ്ഥാൻ സന്ദർശിക്കും. സുഷമ സ്വരാജിനു ശേഷം പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിയാണ് ജയശങ്കർ. കേരളത്തിൽ അധികം വൈകാതെ തന്നെ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് MP രാജേഷ്. പുതിയ മദ്യനയമെല്ലാം തയ്യാറായിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്കും വളരെ താല്പര്യമുള്ള വിഷയമാണല്ലോ, അതുകൊണ്ട് ഒട്ടും വൈകുകയില്ല എന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാൻ-ഇസ്രായേൽ യുദ്ധം വളരെ രൂക്ഷമായിരിക്കുകയാണ്. രണ്ടു കൂട്ടരുടെ കയ്യിലും അണുവായുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആരാണ് അണുവായുധം ആദ്യം ഉപയോഗിക്കുക എന്നത് ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നു. ആര് തന്നെ ആദ്യം അണുവായുധം ഉപയോഗിച്ചാലും ഇതൊരു മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ എന്നൊരു ഭയപ്പാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെയൊരു ലോക മഹായുദ്ധത്തെ താങ്ങാനുള്ള ശേഷി ഭൂമിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. 3 മാസത്തോളം അയാൾ എന്നെ പറ്റിച്ചു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പോകില്ല. ശ്രീവിദ്യ മുല്ലച്ചേരി. ഉദ്ഘാടന പരിപാടിക്കിടെ സ്റ്റേജ് തകർന്നു വീണ് നടി പ്രിയങ്ക മോഹന് പരിക്ക്. ചലച്ചിത്ര താരം പ്രിയങ്ക മോഹൻ പങ്കെടുത്ത പരിപാടിയുടെ വേദി തകർന്നാണ് അപകടമുണ്ടായത്. തെലങ്കാനയിലെ തേരൂരിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. കോതമംഗലത്ത് ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന നാട്ടാന കാട് കയറിയത് ഞങ്ങൾ ന്യൂസ് ചെയ്തിരുന്നതാണ്. ആ കാട്ടാനയെ കാട്ടിൽ നിന്ന് പിടികൂടി ലോറിയിൽ കയറ്റി ഉടമസ്ഥന് തിരിച്ചു കൊണ്ടുപോയി. ഇനി ഒരു വേറിട്ട വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടാം. ഈശ്വർ മൽപെ. ഇദ്ദേഹത്തെ പെട്ടെന്നാരും മറക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ദൈനംദിനം മാറിയുള്ള ചാനലുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണടിച്ചിൽ അകപ്പെട്ടു പോയ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത്. ആരാണ് ഈശ്വർ മൽപെ? ഞാൻ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ. കർണാടകത്തിലെ ഉടുപ്പി ഗ്രാമത്തിൽ ജനിച്ച് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടുത്തിയത് 20ലധികം ജീവനുകളാണ്. കടലോരത്ത് താമസിക്കുന്ന ഇദ്ദേഹം മത്സ്യബന്ധനത്തിലും മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലേക്കും വെള്ളം എത്തിക്കുന്ന ജോലിയാണ് ചെയ്തു വരുന്നത്. 3 മക്കൾ, 3 പേരും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ. ഇവരെ നോക്കാൻ തന്നെ ഒരുപാട് സമയം വേണം. ഇതൊന്നും വകവെക്കാതെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവരെ കണ്ടാൽ പിന്നെയൊന്നും ആലോചിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മം. വേണ്ടത്ര പരിശീലനങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നിട്ടും അദ്ദേഹം ഒരു ജീവന് വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടും. കടലിനോട് മല്ലടിച്ച് കിട്ടിയ അഭ്യാസങ്ങളും മുങ്ങാങ്കുഴി ഇടുമ്പോൾ ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ എന്ന ഒരു ആത്മവിശ്വാസവുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആരെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി ദിവസങ്ങളോളം ഊണും ഉറക്കവും ഒഴിച്ച് പ്രയത്നിക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അദ്ദേഹത്തിന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവേണ്ടതല്ലേ. യാതൊരുവിധ സാങ്കേതിക സഹായവുമില്ലാതെ അല്ലേ അദ്ദേഹം ഈ തിരച്ചിലിനിറങ്ങിയത്. എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും എത്രയോ ദിവസങ്ങൾ രക്ഷാപ്രവർത്തകർക്കും നേതൃത്വം നൽകിയവർക്കും ഇരുട്ടിൽ തപ്പേണ്ടതായിട്ട് വന്നു. അവിടെയാണ് നാം മനുഷ്യൻ്റെ നന്മയെ തിരിച്ചറിയേണ്ടത്. ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ ഇരുമുന്നണികളും ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് സമയം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും അവർ രംഗത്തിറങ്ങാൻ തയ്യാറാണ്. കേരളത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി 3 സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എത്രയും വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.